ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വിഷയം എന്താ വെച്ചാൽ നമ്മളെ പൂച്ചനെ പറ്റി പറയാനാണ്. പൂച്ച എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. ചില ആൾക്കാർ വീട്ടിൻ്റെ ഉള്ളിൽ കയറ്റൂല. കാരണം ചില ആൾക്ക് ഭയങ്കര പ്രശ്നം പൂച്ച എന്ന് പറയുന്നതിന് ചില ആൾക്ക് പേടിയുള്ളതുണ്ട്. അപ്പോൾ ഇന്ന് അതിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അതൊന്ന് കേട്ടാലോ. ഈ പൂച്ച എന്ന് പറയുന്ന ഒരു ജീവി എന്താണെന്ന് വെച്ചാൽ ഭയങ്കര നിരീക്ഷിക്കുന്ന ഒരു ജീവിയാണ്. ചുറ്റുപാടൊക്കെ നല്ലോണം നിരീക്ഷിക്കും. നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ നേരത്തേക്ക് പ്ലേറ്റ് എടുക്കേണ്ട താമസം പൂച്ച എത്തും. അല്ലെങ്കിൽ നമ്മൾ മീൻകാരൻ എവിടുന്നോ വരുന്നുണ്ടാവും, പൂച്ച ഓടി ആ വണ്ടി സൈക്കിളായാലും വണ്ടിയായാലും നിർത്തുന്ന അവിടെ പോയി നിൽക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു ജീവിയാണ്, ഭയങ്കര നിരീക്ഷണമുള്ളൊരു ജീവിയാണ് പൂച്ച എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ പൂച്ച വളരെ ഉപകാരം ചെയ്യുന്നൊരു ജീവിയാണ്, നമുക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്യും. അപ്പോൾ അതെന്താ നോക്കാം. അപ്പോൾ അധികം ആൾക്കാർക്കുള്ളൊരു സംശയമാണ് പൂച്ചയെ വളർത്താമോ എന്നുള്ളത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിൽ തന്നെ പറയുന്നുണ്ട് പൂച്ചയെ വളർത്താം. അതുപോലെ പിന്നെ ഒരു കാര്യമുള്ളത് പൂച്ച നജസാണോ എന്നുള്ളതാണ്. അപ്പം പൂച്ച നമ്മൾ എന്താ പറയണ്ടത്, നമ്മളെ കൂടെ തന്നെ ജീവിക്കുന്ന ഒരു ജീവിയാണ്. നമ്മളെ കാലിൻ്റെ ഇടയിൽ വരും, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അവിടെ വന്നിരിക്കും, അങ്ങനെയുള്ളൊരു ജീവിയാണ്. അപ്പം പൂച്ച നജസല്ല. അപ്പോൾ നമുക്ക് പൂച്ചയെ വളർത്തലും അതിനെ പരിപാലിക്കലും സുന്നത്തുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ അധികം ആൾക്കാർ പേർഷ്യൻ ക്യാറ്റും മറ്റുള്ള ക്യാറ്റിനെല്ലാം വാങ്ങി വളർത്തുന്നത് തെറ്റുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടാവാം. അപ്പോൾ എന്നൊക്കെ സംശയമുള്ളവരാണ്. അപ്പോൾ അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ അത്ര വിലയുള്ള സാധനം വാങ്ങിയിട്ട് നമുക്ക് വളർത്തേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. വലിയ പൈസ ഒന്നും കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അപ്പം സാധാ പൂച്ചയായാലും ആ പൂച്ചയായാലും എല്ലാം ഒരുപോലെ തന്നെ. പക്ഷേ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാം, അതിൽ തെറ്റൊന്നുമില്ല. പിന്നെ ചില ആൾക്കാർ ഈ പൂച്ചയ്ക്ക് മണി കെട്ടാൻ പറ്റുമോ അങ്ങനെയൊക്കെ സംശയമുള്ളവരുണ്ട്. അപ്പം മണി കെട്ടുന്നതിന് കുഴപ്പം ഇല്ല എന്നാണ് അറിയാൻ പറ്റിയത്. അതുപോലെ തന്നെ ചില ആൾക്കാർ ചോദിക്കും ഈ പൂച്ചയ്ക്ക് പേര് വിളിക്കലല്ലേ. അപ്പോൾ എൻ്റെ വീട്ടിലും പൂച്ചയുണ്ട്, അപ്പോൾ അതിനൊരു പേരുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാർ വിചാരിക്കും പൂച്ചയ്ക്ക് പേരിടാൻ പറ്റുമോ. അപ്പം പേരിടുന്നതിനെ കൊണ്ട് കുഴപ്പമില്ല, പക്ഷെ ആദരിക്കപ്പെട്ട പേരുകൾ ഇടാൻ പാടില്ല. നമ്മൾ വലിയ മഹാന്മാരുടെ പേരും അങ്ങനെ സ്വഹാബിമാരുടെ പേരില്ലേ, അങ്ങനെ ഒന്നും ഇട്ട് വിളിക്കാൻ പാടില്ല. ആൾക്കാർ കൂട്ടിലിട്ടിട്ട് പൂച്ചയെ വളർത്തും. അപ്പം അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള സംശയം ഉണ്ടാകും. അപ്പം അങ്ങനെ ചെയ്യുന്നതിനെ കൊണ്ട് തെറ്റില്ല, പക്ഷേ അതിനുള്ള ഭക്ഷണം എന്താന്ന് വെള്ളം അതൊക്കെ കൃത്യസമയത്ത് അതിന് കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ പൂച്ച നജസല്ല എന്ന് പറഞ്ഞു, പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് നിസ്കാരപ്പടത്തിലോ പൂച്ച വന്നിരിക്കാൻ പാടില്ല. കാരണം പൂച്ചയുടെ മേത്തുള്ള രോമം കൊഴിഞ്ഞു പോകുന്ന ആ രോമം നജസാണ്. കാരണം ഈ മൃഗങ്ങളിൽ തന്നെ രണ്ട് തരം മൃഗങ്ങളുണ്ട്. ഒന്ന് മഅ്കൂലാത്ത് എന്ന് പറയുന്നതും ഒന്ന് ഗൈറു മഅ്കൂലാത്തും. നമ്മൾ ഭക്ഷിക്കുന്നതും ഒന്ന് ഭക്ഷിക്കാത്ത മൃഗങ്ങളും. ഭക്ഷിക്കുന്ന മൃഗങ്ങൾ ഇപ്പം പശു, കോഴി, ആട് ഇതൊക്കെ മഅ്കൂലാത്താണ്. അപ്പോൾ അതിൻ്റെ രോമം ശുദ്ധിയുള്ളതാണ്. അപ്പോൾ ഗൈറു മഅ്കൂലാത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കാത്ത മൃഗങ്ങളുടെ ജീവികളെയാണ് ഗൈറു മഅ്കൂലാത്ത് എന്ന് പറയുന്നത്. ഇപ്പോൾ പൂച്ച പിന്നെ മറ്റുള്ള മൃഗങ്ങൾ, കുതിര അങ്ങനെയുള്ള മൃഗങ്ങളില്ലേ, അതിൻ്റെയൊക്കെ രോമം നജസാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ നിസ്കാരം ബാത്തിലാവുന്നതാണ്. വുളുവും മുറിയില്ല, പക്ഷേ നമ്മൾ നിസ്കാരം ബാത്തിലാകും. അതുകൊണ്ട് നിസ്കാരം മാറ്റി നിസ്കരിക്കേണ്ടി വരും. അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ചില ആൾക്കുള്ള സംശയമാണ്, ഇപ്പോൾ ഈ നമ്മൾ പേർഷ്യൻ ക്യാറ്റിൻ്റെ വളർത്തുമ്പോൾ അതിൻ്റെ രോമം കളഞ്ഞു കൊടുക്കാൻ പറ്റുമോ, നഖം മുറിച്ച് കൊടുക്കാൻ പറ്റുമോ. അപ്പോൾ അതൊന്നും ചെയ്യുന്നതിൽ തെറ്റില്ല. അതുപോലെ വിൽക്കാൻ പറ്റും. ഇങ്ങനെ പേർഷ്യൻ ക്യാറ്റിന് കൂടുതലായിട്ട് കിട്ടുമ്പോൾ നമ്മൾ വിൽക്കലുണ്ടല്ലേ, അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം, അതൊന്നും കുഴപ്പമില്ല. ചില ആൾക്കാരെ സംശയമുണ്ട് പൂച്ചയെ കൊല്ലാൻ പറ്റുമോ എന്നുള്ളത്. ഇസ്ലാം നിയമപ്രകാരം പൂച്ചയെ കൊല്ലൽ ഹറാമാണ്. അപ്പം കട്ട് തിന്നുന്ന പൂച്ച, അവിടെ നിന്ന് എടുത്ത് തിന്നുന്ന പൂച്ച, അങ്ങനത്തെ പൂച്ചനെ നമുക്കതിനെ ഓട്ടിക്കാം, അല്ലാതെ അടിച്ച് കൊല്ലാനോ അതിനെ ഉപദ്രവിക്കാനോ പാടില്ല. പിന്നെ അപ്പോൾ ചില ആൾക്കാർ എന്ന് വെച്ചാൽ ചൂടുവെള്ളം ആക്കിയിട്ടൊക്കെ അതിൻ്റെ മേത്ത് വയ്ക്കും. അപ്പോൾ അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യരുത്. ചില ആൾക്കാർ ഇപ്പോൾ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ളവർ തന്നെ ചെയ്യലെന്ന് വെച്ചാൽ ഈ പൂച്ച ഒരുപാട് പ്രസവിച്ച് കുഞ്ഞിനാക്കുന്നതെന്ന് പറഞ്ഞിട്ട് അമ്മേനെ വേറെ സ്ഥലത്ത് കൊണ്ടാക്കി. അപ്പോൾ അങ്ങനെ കൊണ്ടാക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ പ്രസവിച്ചെടുക്കുമ്പോൾ നമ്മളെ കുഞ്ഞിന് വേറെ നമ്മളെ വേറെ ആക്കുമ്പോൾ എത്ര വേദന ഉണ്ടാകും. അപ്പോൾ ആ ഒരു വേദന തന്നെ ആ പൂച്ചക്കുണ്ടാകും. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു സ്ത്രീ, നല്ല നിസ്കാരവും ഒക്കെയുള്ള സ്ത്രീ പൂച്ചേനെ ഉപദ്രവിച്ചതായി പറഞ്ഞു. അപ്പോൾ അടിക്കുകയും ഇങ്ങനെ എന്താ പറയുക ഭക്ഷണമൊന്നും കൊടുക്കാതെ ഇരിക്കുകയും ചെയ്തു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്നേരം പറഞ്ഞതെന്ന് വെച്ചാൽ ആ ഒരു സ്ത്രീ നരകത്തിലാണെന്നാണ്. അപ്പം പൂച്ചയെ പരിപാലിക്കുന്ന സുന്നത്താണ്, ഉപദ്രവിക്കൽ ശിക്ഷകരമാണ്. അപ്പം ചില ആൾക്കാർക്ക് സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ, പൂച്ചയെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ട്. അപ്പോൾ പൂച്ച കാമായിട്ട് നല്ല ഒതുങ്ങി സൈലൻ്റായിട്ടിരിക്കുന്നതാണ് കണ്ടതെങ്കിൽ നമുക്ക് ജീവിതത്തിൽ സമാധാനം ഉണ്ടാവുമെന്നാണ്. അതുപോലെ പൂച്ച നമ്മളെ ആക്രമിക്കുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ജീവിതത്തിൽ എന്തോ അസുഖം വരാനുള്ള ഒരു മുന്നറിയിപ്പായിട്ടാണ് അത് കാണിക്കുന്നത്. അതുപോലെ പൂച്ച നടന്ന് വീട്ടിലേക്ക് കയറി വരുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ എന്തോ കള്ളൻ പോലുള്ള അങ്ങനെയുള്ള ആൾക്കാർ വരുന്നതായിട്ടുള്ള സൂചനയാണ് അത്. പൂച്ച എന്തെങ്കിലും കട്ട് കൊണ്ടുപോകുന്നതായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്നും എന്തെങ്കിലും കളവ് പോകാനുള്ള ഒരവസരം വരുന്നതായിട്ടാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ പൂച്ച നമുക്ക് ഒരു വിൽപ്പന നടക്കുന്നതായിട്ട് സ്വപ്നം കാണുന്നതെങ്കിൽ നമ്മളൊരു ബിസിനസ് തുടങ്ങാനുള്ള ഒരു മുന്നറിയിപ്പായിട്ടാണ് അത് കാണിക്കുന്നത്. അപ്പോൾ ചിലർക്ക് സംശയമുള്ളത് മീനിനെ വളർത്താൻ പറ്റുമോ, മറ്റ് പ്രാവിനെ, തത്തനെ ഇങ്ങനെയൊക്കെ. അപ്പോൾ ഇതിനൊക്കെ വളർത്താം, പക്ഷേ അതിന് കണക്ക് ടൈമിന് ഭക്ഷണം കൊടുക്കണം. എല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ വളർത്തുന്നത് കുഴപ്പമില്ല. അസ്സലാമു അലൈക്കും. അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്.